നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യകളിലെ മെയിൻ ഐറ്റമായ ഓലനാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ടും അതീവ രുചിയിലും വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓലൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഓലൻ ഉണ്ടാക്കുന്നതിന് ഒരു കപ്പ് വൻപയർ കഴുകി വൃത്തിയാക്കി കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് വൻപയർ വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 4 to 5 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. വൻപയറൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 400 ഗ്രാം കുമ്പളങ്ങയാണ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം 3 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, 1.5 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാല് ഒരു 2.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ആ ചട്ടിക്കകത്ത് കുമ്പളങ്ങയുടെ ലെവലിന് തന്നെ വേണം നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് മൂടി വെച്ച് 5 to 6 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 6 മിനിറ്റ് നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്തു. ഇനി നമുക്കിതിനെ തുറന്ന് വെച്ച് ഒരു 2 to 3 മിനിറ്റ് അതേ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. കുമ്പളങ്ങ വേവിക്കുമ്പോൾ അത് ഓവർ കുക്ക് ആകാനായിട്ട് പാടില്ല. അതിൻ്റെ വേവ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് 1-1.5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തേങ്ങയുടെ 1ാം പാല് അഥവാ തലപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം 3-4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ തേങ്ങാപ്പാൽ, പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില ഈ 3ഉമാണ് ഈ കറിക്ക് നമുക്ക് അതീവ ടേസ്റ്റ് തരുന്നത്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നൈസായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം എടുത്ത് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ ഓലൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.